ഈ യാത്ര കോഴിക്കോട്ടേക്കാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. രാവിലെ 5:30 തന്നെ ഇറങ്ങി ഞങ്ങൾ എറണാകുളത്തു നിന്ന് ഇറങ്ങി. ഞങ്ങൾ ചാലക്കുടിയൊക്കെ എത്താറായപ്പം തലശ്ശേരി കോഴിക്കോട് ഭാഗത്തോട്ട് നോക്കിയപ്പം നമുക്ക് കിട്ടിയ റൂട്ട് ഗൂഗിൾ മാപ്പിൽ കാണിച്ചത് തൃശ്ശൂർ വഴിയാണ്. ഞങ്ങൾ എന്തിനാണ് തൃശ്ശൂർ വഴി വന്നതെന്ന് അറിയില്ല. ആ വഴിയാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചത്. അപ്പോൾ ആ വഴി വന്നു. എന്തായാലും എനിക്ക് കുറേ നാൾക്ക് ശേഷം തൃശ്ശൂർ കണ്ടതിൻ്റെയും മറവുകൊണ്ടെല്ലാം കണ്ടതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ. പിന്നെ നമ്മൾ നേരെ കോഴിക്കോട്ടേക്ക് പോയി. കോഴിക്കോട് പോയിട്ട് ആദ്യം നമ്മൾ ഹോട്ടലിൽ റൂം എടുക്കുമായിരുന്നു. റൂം എടുത്തപ്പം ആദ്യം ഞങ്ങൾ എടുത്ത റൂമിനകത്ത് വിൻഡോ ഉണ്ടായിരുന്നില്ല. അപ്പം നല്ല റൂമായിരുന്നു, പക്ഷേ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് തോന്നി. ഞങ്ങളത് മാറ്റിയിട്ട് ഞങ്ങളൊരു വിൻഡോ ഉള്ള വേറെ റൂമിലോട്ട് മാറി. പിന്നെ ഞങ്ങൾ നേരെ പോയത് പാരഗണിലാണ്. കോഴിക്കോട്ട് വന്ന പാരഗണി പോകാതെ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, അങ്ങനെ പറഞ്ഞേ കേട്ടുള്ളൂ. അപ്പം എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇതാണ് പാരഗൺ. ഒരു നീണ്ടു കിടക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. നമ്മുടെ നാട്ടിലൊക്കെ വീഴുന്ന പോലെ വലിയ സെറ്റപ്പിലുള്ള റെസ്റ്റോറൻ്റ് എന്നല്ല. നമ്മൾ ഒരു പഴമയുണ്ട് അതിനകത്ത്. ഞങ്ങൾ കുറേ നേരം ക്യൂ നിന്നിട്ടാണ് അകത്ത് കയറിയത്. ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. ക്യൂ നിൽക്കുമ്പം അവിടെ നിൽക്കുക തന്നെയായിരുന്നു. നല്ല റഷായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. സാധാരണ നോർമൽ ഡേ ആയിരുന്നു, ഒരു ബുധനാഴ്ച. എന്നിട്ട് കൂടി ഉച്ച സമയത്ത് നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ ആദ്യം രജിസ്റ്ററിൽ പേരൊക്കെ എഴുതി നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് AC റെസ്റ്റോറൻറ്റും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. നമ്മൾ AC റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അപ്പം കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അകത്ത് കയറി. എല്ലാവരും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങളതൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മാഹിയിലോട്ടാണ് പോയത്. മാഹി പള്ളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് മാഹിപ്പള്ളി ശരിക്കും ഫ്രണ്ടിൽ നിന്ന് കാണണമെങ്കിൽ, ഫുള്ള് കാണണമെങ്കിൽ റോഡിൻ്റെ ഇപ്പുറത്ത് നിൽക്കണം. കാരണം അതിൻ്റെ റോഡിൻ്റെ സ്റ്റെപ്പിൽ നിന്ന് കാലെടുത്ത് പുറത്തേക്ക് വയ്ക്കുന്നത് റോഡിലോട്ടാണ്. അത്രയ്ക്ക് അടുത്താണ് ഈ പള്ളിയുടെ ഫ്രണ്ട് വരുന്നത് റോഡുമായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. ഇവിടെ എന്തോ പെരുന്നാളൊക്കെ നടക്കുവാണെന്ന് തോന്നുന്നു, പെരുന്നാൾ കഴിഞ്ഞാന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റേതായ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു പള്ളിയാണ്. ഞങ്ങൾ മാഹിന്ന് തിരിച്ചു വന്നപ്പോൾ രാത്രിയായി. ഇത് രാത്രിയിലുള്ളൊരു വ്യൂ ആണ് പാരഗണിൻ്റെ. അത് ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തേ ഉള്ളൂ. ഞങ്ങൾ ശരിക്കും രാത്രിയിൽ ഫുഡ് കഴിച്ചത് പാരഗണിൽ നിന്നല്ല, റഹ്മത്ത് എന്ന് പറയുന്ന വേറൊരു ഒരു പഴയ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്.